ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെയും ഒരു ദളിത് നേതാവിന്റെ ദാരുണമായ പതനത്തിന്റെയും കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഭാരതത്തിന്റെ നിയമമന്ത്രി പദവി തുല്യം വയ്ക്കാവുന്ന ഡോക്ടർ BR അംബേദ്കറിന് സമാനമായിട്ടുള്ള ഒരു നിയമ വിദഗ്ധനുണ്ടായിരുന്നു. സ്വന്തം ജനതയുടെ മോചനത്തിന് വേണ്ടി ഒരു പുതിയ രാജ്യത്തേക്ക്, പാകിസ്ഥാനിലേക്ക് പോയ വിപ്ലവകാരി. എന്നാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അധികാരമോ തുല്യതയോ ഒന്നും ആയിരുന്നില്ല. അപമാനത്തിന്റെ, വഞ്ചനയുടെ, മരണത്തിന്റെ ഇരുണ്ട പടുകൂടിയായിരുന്നു. ജോഗേന്ദ്രനാഥ് മണ്ഡൽ. പാകിസ്ഥാൻ എന്ന ആശയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ മതേതര മുഖം നൽകാൻ മുഹമ്മദ് അലി ജിന്ന തന്ത്രപരമായി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു മഹാന്റെ പേരാണിത്. ഇന്ത്യയിലെ ദളിത് ചരിത്രം മനഃപൂർവ്വം മറച്ചുവെച്ച പാകിസ്ഥാന്റെ ആ അംബേദ്കറുടെ ഞെട്ടിക്കുന്ന അന്ത്യകഥയാണ് നമ്മൾ ഇന്ന് തുറന്നു കാണിക്കുന്നത്. നേരെ വിഷയത്തിലേക്ക് പോകാം. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതം ആരംഭിക്കുന്നത് 1904 ജനുവരി 29-നാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലുള്ള ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ ബാരിസാൽ ജില്ലയിലെ മൈസ്റ്റർകണ്ടി ഗ്രാമം. അദ്ദേഹം ഉൾപ്പെടുന്ന നാമശൂദ്ര സമൂഹം അക്കാലത്ത് ചണ്ടാള സമൂഹം എന്നറിയപ്പെട്ടു. പുറത്ത് കാണാൻ പോലും പാടില്ലാത്തത്രയും അടിച്ചമർത്തപ്പെട്ടവരാണവർ. തോട്ടിപ്പണി പോലെയൊക്കെയുള്ള ജോലികൾ ചെയ്തും മൃഗാവശിഷ്ടങ്ങളൊക്കെ ആഹരിച്ചുമൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഈ കൊടിയ ദുരിതങ്ങൾക്കിടയിലും മണ്ഡലിന്റെ പഠിക്കാനുള്ള ദാഹം അണപൊട്ടി. അംബേദ്കർ സഹിച്ചതിനേക്കാൾ വലിയ വ്യക്തിപരമായ പീഡനങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചു. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തോട്ടിപ്പണിക്ക് പോയ കഥയൊക്കെ മണ്ഡൽ സ്വന്തം ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഇടയിലും അദ്ദേഹം എല്ലാ പരീക്ഷകളും 1-ാം ക്ലാസ്സിൽ പാസ്സായി. 1929 ബിരുദവും 34 നിയമബിരുദവും നേടി. ഇവിടെയാണ് മണ്ഡലിന്റെ ധീരമായ തീരുമാനം വരുന്നത്. അഭിഭാഷകനായി പണം സമ്പാദിക്കാനുള്ള അവസരം അദ്ദേഹം ബോധപൂർവം ഉപേക്ഷിച്ചു. പകരം അരികുവൽക്കരിക്കപ്പെട്ട തന്റെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനും സാമൂഹിക ഉന്നമനത്തിനുമായി ജീവിതം സമർപ്പിക്കാനും അദ്ദേഹം അങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുത്തു. ഈ ദൃഢനിശ്ചയം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്കാണ് കൊണ്ടുവന്നത്. 1937 തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ നിയമസഭയിലേക്ക് എത്തി. ദേശീയ രാഷ്ട്രീയത്തിൽ മണ്ഡൽ ശ്രദ്ധിക്കപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ്, ശരത് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ 1940 സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസ് പുറത്താക്കിയതോടെ മണ്ഡൽ കോൺഗ്രസിൽ നിന്നും അകന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറി മറിഞ്ഞു. ദളിതരുടെ വിമോചനം ഇസ്ലാമുമായുള്ള ഐക്യത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മണ്ഡലിന്റെ രാഷ്ട്രീയ ചിന്തയുടെ കാതൽ ഇതായിരുന്നു: സവർണ ഹിന്ദുക്കളാണ് ഞങ്ങളുടെ ശത്രു. ദളിതരുടെയും മുസ്ലിങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക അവസ്ഥ ഏറെക്കുറെ സമാനമാണ്. അതുകൊണ്ട് തന്നെ ജിന്നയുടെ പാകിസ്ഥാനിലായിരിക്കും ദളിതർ കൂടുതൽ സുരക്ഷിതരായിരിക്കുക. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയും സവർണാധിപത്യവും നൽകിയ കയ്പേറിയ അനുഭവങ്ങളാണ് മണ്ഡലിനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതിയിലേക്ക് നയിച്ചത്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഒന്നാമതായി, ബംഗാളിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പൊതുവെ പട്ടികജാതിക്കാരുടേതുമായി സാമ്യമുള്ളതായിരുന്നു. രണ്ടാമതായിട്ട്, പട്ടികജാതിക്കാരും മുസ്ലിങ്ങളും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. ഹിന്ദു ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ചൂഷണമില്ലാത്ത പാകിസ്ഥാനിൽ തുല്യത കിട്ടുമെന്ന് അദ്ദേഹം അതിയായി പ്രതീക്ഷിച്ചു. ഈ സമയത്താണ് ജിന്നയുടെ തന്ത്രപരമായ നീക്കം സംഭവിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ഹുസൈൻ ഷഹീദ് സുഹ്റാവർദിയുടെ മന്ത്രിസഭയിൽ മണ്ഡലിന് മന്ത്രിസ്ഥാനം കിട്ടി. 46-ലെ ഇടക്കാല ഗവൺമെന്റിൽ ലീഗിന്റെ 5 പ്രതിനിധികളിൽ ഒരാളായി ജിന്ന മണ്ഡലിനെ നാമനിർദ്ദേശം ചെയ്തു. ജിന്ന നൽകിയ വാഗ്ദാനങ്ങൾ മണ്ഡലിന്റെ കണ്ണുകളെ മറച്ചു. പാകിസ്ഥാനിൽ ഏത് മതവും ആചരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, ദളിതർക്കായി 33% സംവരണം. 47 ഓഗസ്റ്റ് 11-ലെ തന്റെ പ്രസംഗത്തിൽ ജിന്ന ദളിതരോടായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഏത് മതത്തിലോ ജാതിയിലോ മതത്തിലോ എല്ലാത്തിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഉൾപ്പെടാം. ഈ മോഹന വാഗ്ദാനങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് ജിന്നയെ ഒരു മതേതര നേതാവായി മണ്ഡൽ തെറ്റിദ്ധരിച്ചതും ഇന്ത്യ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകാനായി തീരുമാനമെടുത്തതിനും പിന്നുള്ള കാരണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം: 46-ൽ ബംഗാളിൽ നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മണ്ഡലിന്റെ സ്വന്തം സമുദായക്കാരായിരുന്നു. എന്നിട്ടും മുസ്ലിം കലാപകാരികൾക്കെതിരെ സംസാരിക്കാതെ ദളിതർ മുസ്ലിങ്ങൾക്കെതിരായി അക്രമത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് മണ്ഡൽ കിഴക്കൻ ബംഗാളിലൂടെ സഞ്ചരിച്ചു. ഈ ആദ്യ ദുരനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ മണ്ഡൽ തയ്യാറായില്ല. മണ്ഡലിന്റെ ഈ തീരുമാനത്തെ ഡോക്ടർ BR അംബേദ്കർ അതിശക്തമായി എതിർത്തിരുന്നു. ഈ 2 നിയമ വിദഗ്ധർ തമ്മിൽ നേരത്തെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ ബംഗാൾ ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിൽ മണ്ഡൽ അംബേദ്കറുമായി സഹകരിച്ചതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഭരണഘടനാ അസംബ്ലിയിലേക്ക് ബോംബെയിലെ കോൺഗ്രസ് അംബേദ്കറെ തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ ജയ്സൂരിൽ നിന്നും കുൽനയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ജോഗേന്ദ്രനാഥ് മണ്ഡൽ തന്റെ സീറ്റ് ത്യജിച്ച് അംബേദ്കറിന് അസംബ്ലിയിൽ എത്താൻ വഴിയൊരുക്കിയതാണ്.
ആ ത്യാഗമാണ് ഇന്ത്യക്ക് മതേതര ഭരണഘടന നൽകാനായി അംബേദ്കറെ സഹായിക്കാനുണ്ടായ കാരണം. എന്നാൽ പാകിസ്ഥാൻ വിഷയത്തിൽ അവർ തമ്മിലുള്ള ഭിന്നത അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. അംബേദ്കർ മണ്ഡലിനോട് പറഞ്ഞത് ഇന്ത്യ തന്നെയാണ് നല്ലത്, പാകിസ്ഥാനിലേക്ക് പോകരുത്, അത് ആത്മഹത്യാപരമാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിക ഭരണത്തിൽ ദളിതർ വഞ്ചിക്കപ്പെടുമെന്ന് അംബേദ്കർക്ക് ഉറപ്പായിരുന്നു. 100-ൽ 110%. തന്റെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന കൃതിയിൽ അദ്ദേഹം ഈ അപകടം ചൂണ്ടിക്കാട്ടിയതാണ്. അംബേദ്കറുടെ നിരീക്ഷണങ്ങളെല്ലാം തീവ്രമായിരുന്നു, അതും ഭാവിയിൽ ശരിയായതുമാണ്. ഇസ്ലാമിന്റെ സഹോദരി മനുഷ്യന്റെ സാർവത്രിക സഹോദരിയല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള, മുസ്ലിങ്ങളോടുള്ള സാഹോദര്യമാണ്. ഈ കൂട്ടത്തിന് പുറത്തുള്ളവരോട് അവർക്ക് അവജ്ഞയും വിദ്വേഷമല്ലാതെ മറ്റൊന്നുമില്ല. മുസ്ലിങ്ങൾക്കൊരു ഹിന്ദു കാഫിറാണ്, അതിനാൽ ബഹുമാനത്തിനും തുല്യ പരിഗണനയ്ക്കും അവനൊരിക്കലും അർഹനല്ല. ഹിന്ദുക്കൾക്ക് അവരുടെ സാമൂഹിക തിന്മകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അതിനെതിരെ പ്രക്ഷോഭം നടത്താനായി ചിലരെങ്കിലും തയ്യാറാണ്. എന്നാൽ മുസ്ലിങ്ങളോ തങ്ങളുടെ തിന്മകളെ യാതൊരു തരത്തിലും തിരിച്ചറിയുന്നില്ല, അതിനാൽ തന്നെ പരിഷ്കരണത്തിന് തയ്യാറുമല്ല. ഈ ദീർഘവീക്ഷണത്തോടെയുള്ള വാക്കുകൾ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയായിരുന്നു. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ ദളിതർക്ക് അവിടെ അവകാശങ്ങൾക്കായി പോരാടാൻ സാധിക്കുമെന്ന് അംബേദ്കർ വിശ്വസിച്ചു. എന്നാൽ മണ്ഡൽ ഈ വിലയിരുത്തലുകളെല്ലാം മുഴുവൻ തള്ളിക്കളഞ്ഞു. ജിന്നയുടെ വാക്കുകൾക്ക് മുന്നിൽ മണ്ഡൽ കീഴടങ്ങി. മൗണ്ട് ബാറ്റൻ വിഭജനം പ്രഖ്യാപിച്ചു. 47 ജൂൺ 3 മണ്ഡലും അനുയായികളും പാകിസ്ഥാനിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ ഡൊമിനിയന്റെ 96 സ്ഥാപക നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ വിഭജനത്തിന് തൊട്ട് മുമ്പ് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജിന്നയെ പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായി തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പോലും ജോഗേന്ദ്രനാഥ് മണ്ഡലായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ലിയാഖത്ത് അലി ഖാന്റെ ക്യാബിനറ്റിൽ അദ്ദേഹം നിയമം, തൊഴിൽ മന്ത്രിയായി. ഇതൊരു വമ്പൻ രാഷ്ട്രീയ നാടകമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ ലക്ഷ്യം ഇന്ത്യയിൽ അംബേദ്കർ വഹിച്ചിരുന്ന അതേ സ്ഥാനം പാകിസ്ഥാനിലെ ഒരു ദളിത് നേതാവിന് നൽകി ലോകത്തോട് വിളിച്ചു പറയുക, ഇതാ പാകിസ്ഥാൻ ഒരു മതേതര രാഷ്ട്രമാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, സവർണ ഹിന്ദുക്കളിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ ദളിതർ പോലും ഞങ്ങളെ പിന്തുണച്ചു. പാകിസ്ഥാൻ എന്ന ആശയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടാനുള്ള വെറും ഒരു തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപകരണം മാത്രമായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ. അദ്ദേഹത്തിന്റെ മന്ത്രി പദവി വെറും ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. അതെ, ഈ കപടമുഖം അധികകാലം ഒന്നും നീണ്ടു നിന്നില്ല. ജിന്നയുടെ മരണശേഷം പാകിസ്ഥാൻ അതിന്റെ യഥാർത്ഥ മതമൗലികവാദം പുറത്തെടുത്തു. മണ്ഡൽ ഞെട്ടിയ ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. ജിന്നയുടെ 33% സംവരണ വാഗ്ദാനം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ദളിതർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു. ദളിത് യുവതികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് നിർബന്ധിതമായി മതം മാറ്റുന്നത് നിത്യസംഭവങ്ങളായി. മതം മാറിയ ദളിതരെ പോലും പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ കൂട്ടാക്കാതെ തൊട്ടുകൂടായ്മ പോലും പ്രയോഗിച്ചു. മണ്ഡലിന്റെ സമുദായമായ നാമശൂദ്രരും വാൽമീകി വിഭാഗക്കാരുമൊക്കെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് തന്റെ സ്വന്തം ജനതയുടെ പീഡനം തടയാൻ കഴിഞ്ഞില്ല. നോക്കി നിൽക്കേണ്ടി വന്നു. അധികാരമുണ്ടായിട്ടും അദ്ദേഹത്തിന് സ്വന്തം ജനതയുടെ വിമോചകനാകാൻ സാധിച്ചതേയില്ല. ദളിത് മുസ്ലിം ഐക്യം ഒരു മരീചികയാണെന്ന് മണ്ഡൽ തിരിച്ചറിഞ്ഞു. മതഭീകരതയുടെ ആ നാട്ടിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി. അംബേദ്കർ മുൻകൂട്ടി കണ്ട ആത്മഹത്യാപരമായ തീരുമാനം മണ്ഡലിന്റെ ജീവിതം തകർത്തെറിഞ്ഞു. ഒടുവിൽ നിസ്സഹായനായ മണ്ഡൽ ആ ദാരുണമായ തീരുമാനമെടുത്തു. 1950 ഒക്ടോബർ 8 അദ്ദേഹം പാകിസ്ഥാൻ നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന് അദ്ദേഹം സമർപ്പിച്ച രാജിക്കത്ത് ചരിത്രപരമായ ഒരു രേഖയാണ്. ആ നീണ്ട കത്തിൽ പാകിസ്ഥാനിലെ ദളിത് സമൂഹത്തിന് നേരെ നടന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയുടെ നിസ്സംഗതയെക്കുറിച്ചും അദ്ദേഹം വേദനയോടെ കുറിച്ചിട്ടുണ്ട്. താൻ എങ്ങനെയാണ് ജിന്നയുടെ വാക്കുകളിൽ വിശ്വസിച്ച് ചതിക്കപ്പെട്ടതെന്നും ആ കത്ത് വിളിച്ചു പറയുന്നു. ആ രാജിക്കത്ത് ഒരു രാജി മാത്രമായിരുന്നില്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞ ചരിത്രപരമായ കുറ്റസമ്മതം കൂടിയായിരുന്നു. താൻ ഒറ്റയ്ക്ക് വിഭാവനം ചെയ്ത ആ ദളിത് മുസ്ലിം ഐക്യം എന്നത് കേവലം ഒരു മുസ്ലിം രാഷ്ട്രീയ നേട്ടത്തിനായി ദളിതരെ ഉപയോഗിച്ച ഒരു വഞ്ചനയുടെ തന്ത്രമായിരുന്നു. അത് മണ്ഡലിന് പിന്നീട് മനസ്സിലായി. അപമാനിതനായി തകർന്നുപോയ മനസ്സുമായി ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഇന്ത്യയിലേക്ക് മടങ്ങി. എന്നാൽ ജിന്നയുടെ കയ്യിലെ പാവയായി മുദ്രകുത്തപ്പെട്ട അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാന്റെ പീഡനവും ഇന്ത്യയുടെ ബഹിഷ്കരണവും അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയത് കേൾക്കാതെ പോയതിന്റെ വലിയ വിലയാണ് അദ്ദേഹം നൽകിയത്. 1968 എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു ദുരന്ത നായകനെ പോലെ ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഈ ലോകത്തോട് വിട ചൊല്ലി. ചരിത്രം നൽകുന്ന പാഠം ഇതാണ്: ദളിതർക്ക് ഇന്ത്യയെക്കാൾ സുരക്ഷിതം പാകിസ്ഥാനാണെന്ന് വിശ്വസിച്ച്
ജിന്നയുടെ കപടമായ മതേതര മുഖംമൂടിയിൽ വീണുപോയ ഒരു നിയമജ്ഞന്റെ ദാരുണമായ അന്ത്യം. പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിച്ച ദളിത് സമൂഹത്തെയും അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളെയും നിഷ്കരണം ചതച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മണ്ഡലിന്റെ ജീവിതം. കേരളത്തിലെ ദളിത് അവകാശ പ്രസ്ഥാനങ്ങൾ പോലും സൗകര്യപൂർവ്വം മറന്നുപോയ പാകിസ്ഥാന്റെ അംബേദ്കറുടെ ഈ ദയനീയ ജീവിതം മതരാഷ്ട്രീയത്തിന്റെ അപകടകരമായ മുഖം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ഈ ദുരന്ത കാവ്യം മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം എത്രത്തോളം വഞ്ചനാപരമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നില്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.